a mimicry. We want to see something different, right? So we have a mimicry coming. Tina and Teresa Anthony. മണ്ടനായ ഒരു കുട്ടിയുടെയും പൊട്ടനായ ഒരു അധ്യാപകനെയുമാണ് അവതരിപ്പിക്കുന്നത്. Good morning, sir. Good morning. Good morning. Good morning. Good morning. Good morning, sit down. Good morning, sit down. പുതിയ സ്റ്റുഡന്റ് ആണല്ലേ? പഴയ സ്റ്റുഡന്റ് ഇവിടെ പുതിയതാ. മുമ്പ് എവിടെയാണ് പഠിച്ചിരുന്നത്? കോളേജിൽ. ഏത് കോളേജിൽ? BABSC കോളേജിൽ. അതേത് കോളേജാണ് BABSC കോളേജ്? ഏത് കോളേജിലാ BABSC ഇല്ലാത്തത്? ആട്ടെ, ഏതായിരുന്നു തന്റെ ഗ്രൂപ്പ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. എന്നാലും കാണുമല്ലോ ഒരു മെയിൻ. ഏതായിരുന്നു തന്റെ മെയിൻ? എനിക്കെല്ലാം മെയിൻ ആയിരുന്നു. ആട്ടെ, തന്റെ വീട്ടിലാരൊക്കെയുണ്ട്? 2 അച്ഛൻ 2 മക്കൾ, മൊത്തം 3 പേര്. 2 അച്ഛൻ 2 മക്കൾ, മൊത്തം 4 പേരല്ലേടും? അല്ല, എന്റെ അച്ഛന്റെ മകനാണല്ലോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ മകനാണല്ലോ ഞാൻ. അപ്പൊ 2 അച്ഛന്മാരും 2 മക്കളും, മൊത്തം 3 പേര്. ഓ, എന്റെ വിദ്യാർത്ഥികൾ സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് വളരെ നിർബന്ധമുണ്ട്. അതിനാൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു ക്വിസ് മത്സരം നടത്തുന്നുണ്ട്. ക്വിസ് മത്സരം? അതിനെനിക്ക് വളരെ താല്പര്യമുണ്ട് സാറേ. എടോ, ക്വിസ് മത്സരമല്ല, ക്വിസ് മത്സരം. അതിനായിരുന്നു വലിയ താല്പര്യമൊന്നുമില്ല. അതിലേക്ക് വരാവുന്ന ചില സാധാരണ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ അതിന് ഉത്തരം പറയണം. ഒന്നാമത്തെ ചോദ്യം, മഞ്ചരിയുടെ ലക്ഷണം പറയുക. ഞാൻ പറയാം സാറേ. പറയൂ. മഞ്ഞരിക്ക് പ്രത്യേകിച്ച് ലക്ഷണമൊന്നുമില്ല. നമ്മളിപ്പോ പറയാമല്ലോ, ഉണക്കരി, ചാക്കരി, പച്ചരി, അങ്ങനെയുള്ളൂ മഞ്ഞ അരി. ഈ തിന്നണ വിചാരം മാത്രമേ ഉള്ള. എടോ, മഞ്ഞ അരിയല്ല, മഞ്ചരി വൃത്തത്തിന്റെ ലക്ഷണം പറയുക. അതെനിക്കറിയോ? അതെനിക്കറിയാം. എന്നാ ഞാൻ പറയാം, താഴ്ന്നു കേട്ടോടും. ശ്രദ്ധകാകലി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്തിമം 2 അക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിരം. പഠിച്ചാ? അല്ല സാർ, ഒന്നോടെ പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റു പറഞ്ഞ് ഒന്നോടെ പഠിക്കാൻ. ഞാൻ പറയാം, താനൊന്ന് ഏറ്റു പറഞ്ഞോളൂ. ശ്രദ്ധകാകലി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്തിമം 2 അക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിരം. അത് മഞ്ചരിയായിരം. പഠിച്ചു പറയൂ. ആദ്യമൊക്കെ കുറച്ച് സംശയമുണ്ട്. ആദ്യം സംശയമുള്ള ഭാഗം വിടും. എന്നാൽ ആദ്യം സംശയമുള്ള ഭാഗം വിട്ടിട്ട് അവസാനം പറയൂ. അല്ല, അറിയാവുന്നത് പറയൂ. അത് മഞ്ചരിയായിടും. അടുത്ത ചോദ്യം വാക്യത്തിൽ പ്രയോഗിക്കുകയാണ്. ഞാൻ പറയാം സാറേ. പ്രയോഗിക്കടോ. അതിന് വാക്യത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞ എന്ത് പറഞ്ഞാൽ പറയും. ഞാൻ പറയാം സാറേ, ഞാൻ പറയാം സാറേ. എന്നോട് ചോദിക്കുമ്പോഴോ ഒന്നും അറിയത്തില്ല. വാക്യത്തിൽ പ്രയോഗിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇനി വെട്ടിയവനെ പാമ്പ് കടിച്ചു. പറയൂ. ഒരുവൻ വഴിയിൽ കൂടി നടന്നു പോകുകയായിരുന്നു. അവനെ ഇടിവെട്ടി. അതിനെ ഇഴിഞ്ഞു വന്ന പാമ്പ് അവനെ കടിക്കുകയും ചെയ്തു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. കഴിഞ്ഞ? ഇല്ല, ഇപ്പൊ ആശുപത്രിയില്ല, സീരിയസാ. അടുത്ത ചോദ്യം ഉത്തരം മുട്ടി. കുറെ കൂടെ എളുപ്പമായ ചോദ്യമാണ്. പറയൂ. ഞാൻ ഇന്നലെ പച്ചുമ്പത്ത് കയറിയപ്പോൾ തലക്ക് ഉത്തരം മുട്ടി. എന്നിട്ട് തല മുറിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം സമൂഹ പാഠത്തിൽ നിന്നാണ്. ഒന്നാമത്തെ ചോദ്യം, വാസ്കോ ഡി ഗാമ കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട് കാലുകുത്താനുണ്ടായ കാരണം എന്താണ്? വാസ്കോ ഡി ഗാമ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം കോഴിക്കോടാണ് കാലുകുത്തിയത്. അതിനുള്ള കാരണം എന്താണ്? ഞാൻ പറയാം സാറേ. പറയൂ. കപ്പലിൽ ഇറങ്ങുമ്പോ കാലുകുത്തിയല്ലാതെ കൈകുത്തിയാക്കുമ്പോൾ ഇറങ്ങാൻ പറ്റുമോ സാറേ? അടുത്ത ചോദ്യം, വെള്ളക്കാരെ കുറിച്ച് തനിക്ക് എന്തറിയാം? വെള്ളക്കാരൻ വളരെ നല്ല കാറാണ് സാറേ. വെള്ളക്കാരൻ മാത്രമല്ല, ചുമലക്കാരൻ, പച്ചക്കാരൻ, നീലക്കാരൻ, അങ്ങനെ എല്ലാ നിറത്തിലുള്ള കാറുകളുണ്ട് സാറേ. എടോ, വെള്ളക്കാരല്ല, ബ്രിട്ടീഷുകാരെ കുറിച്ച് തനിക്ക് എന്തറിയാം? ബ്രിട്ടീഷുകാർ നല്ല അടിപൊളി കാറായിരുന്നു സാറേ. അങ്ങനത്തെ കാറുകളൊന്നും ആരും ഇറക്കാറില്ല സാറേ. ഈ ജാലിയൻ വാല ബാഗിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? നല്ല ലെതർ കൊണ്ട് നിർമ്മിച്ച ബാഗ്. ഇപ്പൊ കാണാനൊന്നുമില്ല ഇവിടെ. അടുത്ത ചോദ്യം, ബാലഗംഗാധര തിലകിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? സാറേ, ബാലനും ഗംഗാധരനും തിലകനും. ബാലനും ഗംഗാധരനും മരിച്ചു.
ചോദിച്ചു ഒരു ജാതി തരുമോ, ഒരു ജാതി തരുമോ, ഒരു ജാതി തരുമോ. അപ്പോൾ എന്നെ ഗേറ്റിക്കേലേ ചോദിച്ചു ജാതി ചോദിക്കരുത്. സാറേ സാർ ഇത്ര നേരം എന്നോട് ചോദിച്ചില്ലേ? ചോദിച്ചു. ഈ ഞാൻ സാറിനോട് ചോദിക്കട്ടെ. ചോദിച്ചു.